Okay, so median m എന്ന് പറഞ്ഞാൽ the value of n plus 1 divided by 2th item ആണ്. Median is a positional average and it is used only in the context of qualitative phenomena. Median is a positional average ആണ് and is used only for the context of qualitative phenomena, estimating intelligence, etc. അങ്ങനെ qualitative measurementനാണ് നമ്മൾ median യൂസ് ചെയ്യുന്നത്, which is often encountered in sociological fields. Median is not useful where items need to be assigned relative importance and weight. ഇപ്പോൾ റിലേറ്റീവ് ഇമ്പോർട്ടൻസോ വെയിറ്റോ അവിടെ യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, മീഡിയൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്. സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മീഡിയൻ അധികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് മോഡ്. Mod means the most commonly or frequently occurring values in the series. ഏറ്റവും അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് മോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോഡ് ഈസ് ദ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദാറ്റ് ഐറ്റം അറൌണ്ട് വിച്ച് ദർ ഈസ് മാക്സിമം കോൺസെൻട്രേഷൻ. അതിനെ ബേസ് ചെയ്തിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് എത്രയും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു അതാണ് മോഡ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ മോഡ് ഈസ് ദ സൈസ് ഓഫ് ദി ഐറ്റം വിച്ച് ഹാസ് ദ മാക്സിമം ഫ്രീക്വൻസി, ബട്ട് അറ്റ് ഐറ്റംസ് സച്ച് ആൻ ഐറ്റം മേ നോട്ട് ബി ദ മോഡ് ഓഫ് ദി on account of the effect of the frequencies of the neighboring items. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നിട്ട് ഒരു ഐറ്റം അങ്ങ് റിപ്പീറ്റ് ചെയ്തപ്പം നമ്മൾ 10 വരെയുള്ള ഒരു നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അപ്പോൾ അതിൽ 2 എന്ന് പറയുന്ന ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും, ബാക്കിയൊന്ന് റിപ്പീറ്റ്. അപ്പം അതിൻ്റെ 2 ആണ് അതിൻ്റെ മോഡായിട്ട് വരുന്നത്. പക്ഷേ അതിനെ അറൗണ്ട് ആയിരിക്കണമെന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അപ്പം ലൈക്ക് മീഡിയൻ, മോഡ് ഈസ് ഓൾസോ എ പൊസിഷണൽ ആവറേജ് and is not affected by the values of the extreme items. Extreme items-നെ affect ചെയ്യുന്നില്ല. അതേസമയം മീഡിയൻ ആണെങ്കിൽ extreme items-നെ affect ചെയ്യുന്നുണ്ട്. It is therefore useful in situations where we want to eliminate the effect of extreme variations. അപ്പോൾ നമ്മൾ എക്സ്ട്രീം വേരിയേഷൻസിൻ്റെ എഫക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന എടുത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോഡ് യൂസ് ചെയ്യുന്നത്. മോഡ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ദ സ്റ്റഡി ഓഫ് പോപ്പുലർ സൈസസ്. Okay, for example, manufacturer of shoes is usually interested in finding out the size of most demanded so that he want to manufacture larger quantity of that size. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഡിമാൻഡിലുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അത് മോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ ജോമെട്രിക് മീൻ. ഓക്കെ, ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ it is useful under certain conditions. It is defined as the nth root of the product of the values of n items given in a series. That is, നമ്മൾ ജോമെട്രിക് സീരീസ് ഇപ്പോൾ എ ബി സി ആർ ഇൻ ജോമെട്രിക് സീരീസ് ആണ്, ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth റൂട്ട് ഓഫ് ആ പ്രോഡക്റ്റ്, ഇപ്പം x1 x2 x3 മൂന്നെണ്ണം തന്നു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു x3 അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോമെട്രിക് മീൻ എന്ന് പറയും. ജി എന്ന് പറഞ്ഞാൽ ജോമെട്രിക് മീൻ. n ഈസ് ദ നമ്പർ ഓഫ് ഐറ്റംസ്, xi ഈസ് ദ ith വാല്യൂ ഓഫ് ദി വേരിയബിൾ x ആൻഡ് പൈ ഈസ് ദ പ്രോഡക്റ്റിൻ്റെ നൊട്ടേഷനാണ് പൈ എന്ന് പറയുന്നത്. അപ്പം ജോമെട്രിക് മീൻ ഓഫ് 4 6 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 4 ഇൻറ്റു 6 ഇൻറ്റു 9 ദാറ്റ് ഈസ് 6. So, most frequently used application of this average is in the determination of average percentage of change. That is often used in preparation of index numbers or when deal with ratios. Ratios ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ് പ്രിപ്പറേഷനിലോ അല്ലെങ്കിൽ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ജോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ആവറേജ് ഓഫ് ദി റെസിപ്രോക്കൽസ്. അപ്പം നമുക്ക് കുറേ ഐറ്റംസ് 2 3 4 ഇതിൻ്റെ ഹാർമോണിക് മീൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1/2 + 1/3 + 1/4 ഡിവൈഡഡ് ബൈ 3, അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ റെസിപ്രോക്കലിൻ്റെ ആവറേജ്. Okay, harmonic mean is the reciprocal of the averages of the reciprocal. ഇതിപ്പോൾ ആവറേജ് കണ്ടു, ഇതിൻ്റെ റെസിപ്രോക്കൽ ആണ്, റെസിപ്രോക്കൽ ഓഫ് ദി ആവറേജസ് ഓഫ് ദി റെസിപ്രോക്കൽ വാല്യൂസ് ഓഫ് ദി ഐറ്റംസ്. ദാറ്റ് ഈസ് harmonic mean is equal to reciprocal of sigma reciprocal xi divided by n. That is reciprocal of ഇത് ഓരോന്നും റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തു, ദെൻ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നതാണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ദെൻ ഹാർമോണിക് മീൻ HM ആണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. REC പറഞ്ഞ റെസിപ്രോക്കൽ, XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ith വാല്യൂ ഓഫ് ദി വേരിയബിൾ x, n ഈസ് ദ നമ്പർ ഓഫ് ഐറ്റംസ്. ഫോർ ഇൻസ്റ്റൻസ് 4 5 10ൻ്റെ ഹാർമോണിക് മീൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് 1/4 + 1/5 + 1/10 ഡിവൈഡഡ് ബൈ 3.
സോ അതെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാർമോണിക് മീൻ ഈസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ ആണ്, പർട്ടിക്കുലർലി ഇൻ കേസ് വെയർ ദ ടൈം ആൻഡ് റേറ്റ് ആർ ഇൻവോൾവ്ഡ്. The harmonic means gives largest weight to the smallest item and smallest weight to the largest item, because നമ്മൾ എന്താ റെസിപ്രോക്കൽ ആയി എടുക്കുന്നത്, അതുകൊണ്ട് ലാർജസ്റ്റിന് സ്മോളസ്റ്റ് വെയിറ്റും സ്മോളസ്റ്റിന് ലാർജസ്റ്റ് വെയിറ്റും ആയിരിക്കും കിട്ടുന്നത്. സോ ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കേസ് ലൈക്ക് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി where the time is a variable and the distance is a constant. Okay, so these are the main measures of central tendency: mean, median, mode, geometric mean and harmonic mean. These are the main measures of central tendency. Next we are going to study about measures of dispersion. Okay, an average can represent a series as is a series only as best as a single figure. Okay, so next we are going to study about measures of dispersion. What are the measures of dispersion? Dispersion means how much data is scattered around something. ഒരു പോയിന്റിന് അറൗണ്ട് ആയിട്ട് എത്രത്തോളം അത് സ്കാറ്റർ ചെയ്ത് കിടപ്പുണ്ട്, എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ്, അത് നമ്മൾ നോക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. Okay, so the main there are three important measures of dispersion. First is range, second is mean deviation, third is standard deviation. Range എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഓഫ് ആൻ ഐറ്റം ഇൻ ദ സീരീസ് മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇപ്പം 1 2 3 4 5 6 അപ് ടു 100 വരെയാണ് നമുക്കൊരു വാല്യൂ തന്നിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 100 - 1, അതായത് 99 ആണ്. അപ്പോൾ ഇതിനെയാണ് റേഞ്ച് ഇസ് ദ സിംപ്ലസ്റ്റ് പോസിബിൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ values of the extreme items of a series. The utility of range is that it gives an idea of the variability very quickly. എവിടെ തൊട്ട് എവിടെ വരെ ഏത് റേഞ്ചിലാണ് ഇത് കിടക്കുന്നത്, അല്ലെങ്കിൽ എവിടെ തൊട്ട് എവിടെ ഇത് കിടക്കുന്നു എന്നുള്ളതിന് എളുപ്പമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മെഷറാണ് മെഷർ ഓഫ് ഡിസ്പേർഷനാണ് റേഞ്ച് എന്ന് പറയുന്നത്. ബട്ട് ദ ഡ്രോബാക്ക് ഈസ് ദാറ്റ് ദ റേഞ്ച് ഈസ് അഫക്റ്റഡ് വെരി ഗ്രേറ്റ്ലി ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിംഗ്. നമ്മൾ എടുക്കുന്ന ഇപ്പം ഈ 1ഉം 100ഉം എടുത്തു കഴിയുമ്പോൾ 99 റേഞ്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിലെ എല്ലാ എലമെൻസും ആ റേഞ്ചിൽ കിടക്കണമെന്നില്ല, ചിലപ്പോൾ എല്ലാം 50 അറൗണ്ട് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും 99 റേഞ്ചിൽ എന്ന് പറയുമ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ് ഇതിൻ്റെ. ഇറ്റ്സ് വാല്യൂ ഈസ് നെവർ സ്റ്റേബിൾ, ബീങ് ബേസ്ഡ് ഓൺ only on the two values of the variable. As such, a range is mostly used as a rough measure of variability and it is not considered an appropriate measure in series research studies. ഇപ്പോൾ ഒരു റഫ് വാല്യൂ കാൽക്കുലേഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്, ബട്ട് നോട്ട് കൺസിഡർ ആസ് എൻ അപ്രോപ്രിയേറ്റ് മെഷർ. Okay, that is the first measure of dispersion. The second measure of dispersion is the mean deviation. So mean deviation is the average of the difference of the values of the items from some averages of the series. അപ്പം ഒരു സീരീസ് തന്നിട്ടുണ്ട്, ഇപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവറേജിൽ നിന്നുള്ള ഡിഫറൻസിൻ്റെ ആവറേജ്, ഓക്കെ, ഈ സീരീസിൻ്റെ ആവറേജ് ആണ് x ബാർ എങ്കിൽ ഇതിന് ഓരോന്നിനും ഈ ഒബ്സർവേഷനും ആവറേജും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണുന്നതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പം മീൻ ഡീവിയേഷൻ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് നോക്കുന്നില്ല, സൈൻ നോക്കുന്നില്ല, അതിന് പകരം നമ്മൾ എപ്പോഴും എന്താ എടുക്കുന്നത്, മോഡുലസ് ആണ് എടുക്കുന്നത്. അപ്പം മീൻ ഡീവിയേഷൻ ഫ്രം ദ മീനിൽ നിന്നുള്ളയാകുമ്പോൾ സിഗ്മ xi മൈനസ് x ബാർ ഡിവൈഡഡ് ബൈ n. ഓക്കെ, ദെൻ ഫ്രം മീഡിയൻ ആകുമ്പോൾ xi മൈനസ് m റെപ്രസെൻറ്റിങ് മീഡിയൻ. സോ സിഗ്മ xi മൈനസ് m അതിൻ്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ n. മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് ആകുമ്പോൾ ഡെൽറ്റ ആണ് നമ്മൾ എപ്പോഴും ഇതിന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. സോ ഡെൽറ്റ ഇസഡ് എന്ന് പറയുമ്പോൾ മോഡാണ്. സോ സിഗ്മ മോഡുലസ് ഓഫ് xi മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ n. So these are the main measures of deviation. Okay, mean deviation from median, mean deviation from mode. When the mean deviation is divided by the average is used to finding out the mean deviation itself. The resulting quantity is described as the coefficient of mean deviation. The coefficient of mean deviation is a relative measure of the dispersion and is comparable to similar measures of the other series. അപ്പം നമ്മൾ മീൻ ഡീവിയേഷനെ ഡിവൈഡഡ് ബൈ ദ ആവറേജ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ, പിന്നെ അപ്പം നമ്മൾക്ക് മീൻ ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ് ബാർ ഇപ്പം മീൻ വെച്ചിട്ട് എടുക്കുന്ന മീൻ ഡീവിയേഷൻ ആണെങ്കിൽ അതിനെ എക്സ് ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആയിട്ട് മാറും.
ഇപ്പം നമ്മൾ മീഡിയൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ മീഡിയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷനായി മാറും ആൻഡ് ഈസ് കമ്പയറബിൾ ടു സിമിലർ മെഷർ ഓഫ് അതർ സീരീസ്. Mean deviation and its coefficients are used in statistical studies for judging the variability and thereby render the study of central tendency of a series more precise by throwing light on the typicalness of an average. അപ്പോൾ നമ്മൾ ഇത് മീൻ ഡീവിയേഷൻ നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിൽ ജഡ്ജിങ് ദ വേരിയബിലിറ്റിയാണ്. വേരിയബിലിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. It is a better measure of variability than the range as it takes into consideration of the values of all items in a series. ആ സീരീസിലെ എല്ലാ ഐറ്റംസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബെറ്റർ മെഷർ ഓഫ് വേരിയബിലിറ്റി ആണ്. Even then, it is not frequently used measure as it is not amenable to algebraic process. നമുക്ക് ഇതിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ ഒക്കാത്തത് കൊണ്ട് ആൾജിബ്രൈക് പ്രോസസ്സിൽ നമുക്ക് ചിലപ്പം ഒത്തിരിയും ഡേറ്റ ആയുണ്ട്. ഹ്യൂജ് ഡേറ്റ ആണെങ്കിൽ ഇത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യത്തില്ല. നെക്സ്റ്റ് മൂന്നാമത്തെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ഓഫ് എ സീരീസ് ആൻഡ് ഈസ് കോമൺലി ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ സിഗ്മ. The standard deviation is defined. The standard deviation, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ആവറേജ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻ. സോ എങ്ങനെ പറയുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് ദ ആവറേജ്. ആവറേജ് എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ, ആ ഡീവിയേഷൻ എക്സ് ബാർ ഡിവൈഡ്, ഇതാണ് ആവറേജ്, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത് ഈ താഴെ എന്നിനില്ല, ഈ ഇതിന് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ റൂട്ട് ഓഫ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദി ആവറേജ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻ when such deviations for the values of the individual items in a series are obtained from the arithmetic mean. Okay, that is standard deviation. Sigma is equal to square root of sigma xi minus x bar the whole square divided by n. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എന്തുണ്ട്? ഫ്രീക്വൻസിയും കൂടെ ഉണ്ടെന്ന് വയ്ക്കുക. നമ്മുടെ ഡേറ്റയ്ക്കായിട്ട് ഫ്രീക്വൻസിയും കൂടെ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഇൻറ്റു എഫ് ഐ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഓക്കെ, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എഫ് ഐ മീൻസ് ദ ഫ്രീക്വൻസി ഓഫ് ദി ith item. Okay, then when we divide the standard deviation by the arithmetic average of the series, the resulting quantity is known as coefficient of standard deviation, which happens to be a relative measure and is often used for comparing similar measures of the other series. അപ്പം coefficient of standard deviation, that is important. When we divide the standard deviation by the arithmetic average of the series, ആ സീരീസിൻ്റെ അരിത്തമെറ്റിക് ആവറേജ് കൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് റിലേറ്റീവ് മെഷറിന് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. Comparing. When this coefficient of a standard deviation is multiplied by 100, the resulting figure is known as coefficient of variation. Sometimes we work on the square of the standard deviation known as variance, which is frequently used for the context of analysis of variation. Variance എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ആ കിട്ടിയ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനെ 100 കൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്താണ് മാറുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is used mostly in research studies and is regarded as a very satisfactory measure of dispersion in a series. Okay, so it is less affected by the fluctuations of the sampling. Standard deviation നമ്മൾ കോണ്ടെക്സ്റ്റ് ഓഫ് എസ്റ്റിമേഷനിലും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലും നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ റിസർച്ച് സ്റ്റഡീസ്. സാറ്റിസ്ഫാക്ടറി മെഷർ ഓഫ് ഡിസ്പെർഷൻ ഇൻ സീരീസ് ആണ്. ഇറ്റ് ഈസ് അമിനബിൾ ടു മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ബിക്കോസ് ഓഫ് ആൾജിബ്രിക് സയൻസ് ആർ നോട്ട് ഇഗ്നോർഡ് ഇൻ ദ കാൽക്കുലേഷൻ. സോ മീൻ ഡീവിയേഷനകത്ത് നമ്മളത് ഇഗ്നോർ ചെയ്യും, മോഡുലസ് ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ മോഡുലസ് എടുക്കുന്നില്ല, കാരണം സ്ക്വയർ ചെയ്തെടുക്കുകയാണ്. ഇറ്റ് ഈസ് ലെസ് അഫക്റ്റഡ് ബൈ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ സാമ്പിളിംഗ്.